എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കുറച്ച് ദിവസമായി ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചെങ്കിലും വോയിസ് ഓവർ ഒന്നും കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ തംബ്നെയിലിൽ കണ്ടതുപോലെ കുറച്ച് ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മുടെ വീഡിയോ കണ്ട് കമൻറ്റ് ഇടുന്ന എല്ലാവരെ പറ്റി നമ്മുടെ മനസ്സിലൊരു ഇമേജ് ഉണ്ടെങ്കിലും നമ്മുടെ കാട്ടി പ്രായത്തിൽ മൂത്തതാണോ ഇളയതാണോ എന്നുള്ളൊരു ഐഡിയ ഒന്നും കിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്നെ അന്വേഷിച്ച് മെസ്സേജ് ഇട്ട് ആമിനെ എത്തയ്ക്കും, അതുപോലെ ഇവിടെ പഴയ വീഡിയോസൊക്കെ കണ്ട് കമൻറ്റ് ഇട്ട് മുന്നേ മോട്ടിവേറ്റ് ചെയ്ത ഫാത്തിമയ്ക്കും ഒക്കെ ഒരുപാട് സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പം ഞാൻ രാവിലെ തന്നെ പിള്ളേരെയൊക്കെ സ്കൂളിൽ വിട്ട് ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്താണ് ഞാൻ നമ്മുടെ എന്തെങ്കിലും ട്രിമ്മിങ്ങും അതുപോലെ ഉണങ്ങിയ ഇലയും പഴുത്ത ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഒന്ന് ചെടികൾ ക്ലീൻ ആക്കി വെക്കുന്നത്. അപ്പോഴാണ് എപ്പോഴും നമ്മുടെ ചെടികൾ കുറച്ച് വൃത്തിയായിട്ടിരിക്കുന്നത്. ലൈവ് പ്ലാന്റ്സ് വെക്കുമ്പോൾ നമ്മുടെ മുടി കൊഴിയുക അല്ലെങ്കിൽ നമ്മുടെ നഖം വളർന്ന് നമ്മൾ നഖം വെട്ടുക എന്നൊക്കെ പറയുന്നത് പോലെ ട്രിമ്മിങ്ങും ക്ലീനിങ്ങും ഒക്കെ ആവശ്യമായിട്ട് വരും. അപ്പം എനിക്ക് ഏറ്റവും സൗകര്യം നമ്മൾ വെള്ളം ഒഴിക്കുന്ന കൂട്ടത്തിൽ അതിനകത്ത് എന്തെങ്കിലും അഴുക്കായ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ലീൻ ആക്കി പോകുന്നതാണ്. അപ്പോൾ അതുപോലെ പുതിയതായിട്ട് ചെടികളൊക്കെ വെക്കണം, എന്നാൽ നമ്മൾ ഇതുപോലെ ചെടികൾ വെച്ചിട്ടില്ല എന്നൊക്കെയുള്ള ആളുകൾക്ക് ഏറ്റവും പറ്റിയൊരു പ്ലാന്റ് ആണ് ഈ CC പ്ലാന്റ്. അത് ഈ പ്ലാന്റ് ആണ്. ഇത് ഫുള്ള് ഗ്രീൻ ആയിട്ടുള്ളത് കിട്ടും, ബ്ലാക്ക് ആയിട്ടുള്ളത് കിട്ടും, CC റാവൻ എന്ന് പറഞ്ഞിട്ട്, അതുപോലെ കെമലിയൻ CC, വെരിഗേറ്റഡ് CC, ഇതിൻ്റെ ഒരു ഡ്വാർഫ് ഫോം കിട്ടും CC സെൻസി. ഇത് ഏത് വാങ്ങിച്ചാലും അത്രയും ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുകയോ ഭയങ്കര കെയർ കൊടുക്കേണ്ട കാര്യമോ ഒരുപാട് ലൈറ്റ് വേണ്ട കാര്യമോ ഒന്നുമില്ല. ലൈറ്റ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. പിന്നെ ഇച്ചിരി ലൈറ്റ് കുറഞ്ഞ ഏരിയാസ് ആണെങ്കിലും ഇവർ സർവൈവ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ തുടക്കക്കാർക്കൊക്കെ വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ്. നമുക്ക് ഓവർ കെയറിങ് വേണ്ട, അതുപോലെ എന്നും വെള്ളം ഒഴിക്കാനോ ഒന്നും പോകണ്ട. മറന്നു പോയാലും അത് സർവൈവ് ചെയ്യും. അതിൻ്റെ താഴെ ഒരു റൈസോംസ് ഉണ്ട്, അപ്പോൾ അതിനകത്ത് വെള്ളം കളക്ട് ആയിരിക്കും. അതുപോലെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് മണി പ്ലാന്റ്. അത് പല വെറൈറ്റിയിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ ഒരേ കെയർ ആണല്ലോ ഏത് വെറൈറ്റി വാങ്ങിച്ചാലും. അപ്പം നമുക്ക് വീട്ടിനകത്ത് വെക്കുമ്പോൾ പല ചെടികൾ വെച്ചൊരു എഫക്റ്റ് കിട്ടുകയും ചെയ്യും. എന്നാൽ കെയർ ഒരേ കെയർ ആയതുകൊണ്ട് തന്നെ പുതിയൊരാൾക്ക് അതിൻ്റെ കെയറും ഇതിൻ്റെ കെയറും എല്ലാം പഠിക്കാൻ നടക്കണ്ട. ഒരൊറ്റ കെയറിൽ നമുക്ക് പല ചെടികൾ വെച്ച ഒരു പ്രതീതിയിൽ നമ്മുടെ വീട്ടിനകത്ത് കുറേ ചെടികൾ വെക്കാനും പറ്റും. അപ്പം ആണെങ്കിൽ ഒരു അതിൻ്റെ ഒരു പീസ് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ടാൽ പോലും ഈസി ആയിട്ട് വേര് വളർന്നു കിട്ടും. അപ്പം നമുക്ക് വെള്ളത്തിൽ കുപ്പിയിലൊക്കെ ഇട്ടാണെങ്കിൽ പോലും വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണല്ലോ മണി പ്ലാന്റ്, അല്ലെങ്കിൽ നമ്മുടെ പോത്തോസ് എന്ന് പറയുന്നത്. ഏത് ചെടിയാണെങ്കിലും നമ്മുടെ വീട്ടിനകത്താണെങ്കിലും പുറത്താണെങ്കിലും നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെ കാലാവസ്ഥ അനുസരിച്ചിട്ടാണ് ഇതിന് വേണ്ട കെയറും ഇതിന് എത്രത്തോളം ഫ്രീക്വൻ്റ് ആയിട്ട് വെള്ളം ഒഴിക്കണം എന്നൊക്കെ ഉള്ളത് വരുന്നത്. അപ്പം വെള്ളമൊഴിക്കലൊക്കെ കഴിഞ്ഞ് ആ കുപ്പികളിലൊക്കെ വെള്ളം റീഫിൽ ചെയ്ത് വെച്ച് ഇനി ഒരു ലോഡ് ലോണ്ടറിയും കൂടെ അങ്ങോട്ട് ഇടാം. അപ്പം നമ്മുടെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഈ തുണിയൊക്കെ ഒന്ന് നനച്ച് കിട്ടും. ഉണക്കി കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരത്തൊക്കെ മടക്കിയും വെക്കാമല്ലോ. അപ്പോൾ എനിക്ക് നമ്മുടെ ലോണ്ടറി റുട്ടീൻ വീഡിയോ ഇട്ടതിനകത്ത് വന്നൊരു കമൻറ്റാണ്, നല്ലൊരു യൂസ്ഫുൾ കമൻറ്റാണ്. നമ്മൾ രാത്രിയിൽ ഒരു സെർട്ടൻ ടൈമിങ് കഴിഞ്ഞിട്ട് നമ്മുടെ തുണി നനയ്ക്കുകയാണെങ്കിൽ ഈ ഇലക്ട്രിസിറ്റി വാട്ടർ ബില്ലൊക്കെ നമുക്ക് കുറച്ചുകൂടി ഒരു മെച്ചം ഉണ്ടാകും എന്നുള്ളത്. എനിക്കങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം, രാത്രിയിൽ ഒരുപാട് ലേറ്റായിട്ട് നമ്മുടെ തുണി ഉണക്കി കിട്ടിയാൽ പിന്നെ അത് മടക്കില്ല. അപ്പോൾ അത് ബാസ്ക്കറ്റിലാക്കി വെക്കും, പിന്നെ അത് അവിടെ ഇരിക്കും. അടുത്ത ദിവസത്തെ തുണി വീണ്ടും വരും. മടക്കലാണല്ലോ നമ്മൾ ചെയ്യേണ്ട ഒരു പണി വരുന്നത്. അപ്പോൾ അത് എനിക്ക് വർക്കാവാത്തത് കൊണ്ട് ഞാൻ രാവിലെ അങ്ങ് ഇടുകയാണ്. പക്ഷെ അതൊരു യൂസ്ഫുൾ കമൻ്റ് ആണ്. അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലത്തേക്ക് മടക്കാൻ സമയം കിട്ടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. അപ്പം നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് വർക്കാവുന്ന കാര്യങ്ങൾ പലതായിരിക്കുമല്ലോ. അപ്പം നമുക്ക് ഇനി കുറച്ച് കുക്കിംഗ് ആണ്. ഇത് ഫ്രോസൺ ചക്കയാണ്. ഇപ്പം എല്ലാം ക്ലീൻ ചെയ്ത ചക്കയാണ്. ഇത് ഫ്രോസൺ ആയിട്ട് നമ്മുടെ മലയാളി സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പം ഒരു 2-3 പാക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. നേരത്തെയൊക്കെ ഇതേ ബ്രാൻഡ് തന്നെ കട്ട് ചെയ്ത് നമുക്ക് പാക്കറ്റിൽ കിട്ടുമായിരുന്നു. പിന്നെ കമ്പനിക്കാർ വിചാരിച്ചിട്ടുണ്ടാവും ഞങ്ങൾ ചക്കയൊക്കെ നിങ്ങൾക്ക് ക്ലീൻ ആക്കി തരുന്നതല്ലേ, കട്ട് ചെയ്യുന്നതെങ്കിലും ചെയ്തിട്ട് കഴിച്ചാൽ മതിയെന്ന്. എന്തായാലും ഇപ്പോഴൊക്കെ വാങ്ങിക്കുമ്പോൾ എപ്പോഴും ഇത് കട്ട് ചെയ്ത് നമ്മൾ എടുക്കണം. പക്ഷെ കട്ട് ചെയ്യാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നല്ല ഈസിയാണ്. ഞാനിപ്പോൾ നാട്ടിലൊക്കെ അമ്മയൊക്കെ കട്ട് ചെയ്യുന്ന പോലെ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഇച്ചിരി കൂടി വലിയ പീസസ് ആണെങ്കിലും ഇത് നന്നായിട്ട് വെന്ത് കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കുഴച്ചെടുക്കാനായിട്ട് പറ്റും, ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ നമ്മളിത് പ്രഷർ കുക്കറിലാണ് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ചക്കയൊക്കെ കട്ട് ചെയ്ത് കുക്കറിലാക്കി അതിലോട്ട് കുറച്ച് ഉപ്പും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇത്തിരി വെള്ളം ഒഴിക്കുന്നുണ്ട്. പ്രഷർ കുക്കറല്ലേ, അതിൻ്റെ താഴെ പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഒരു 1/4 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. ഇത് ഫ്രോസണും കൂടി ആയതുകൊണ്ട് ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും, ഐസ് ഉണ്ടല്ലോ. പക്ഷേ ഇത്രയും പോലും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. താഴെ പിടിക്കാതിരിക്കാൻ ഒരിത്തിരി വെള്ളം മാത്രം ഒന്ന് ഒഴിച്ചിട്ട് നമ്മുടെ കുക്കറിലോട്ട് വെച്ച് ഒരൊറ്റ വിസിലിൽ, മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ച് ഒരൊറ്റ വിസിലിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ ആവി കളഞ്ഞെടുക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതിനകത്ത് വേണ്ട കുറച്ച് തേങ്ങയും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാൻ ഫ്രോസൺ തേങ്ങയൊന്ന് 30 സെക്കൻഡ്സ് മൈക്രോവേവ് ചെയ്തെടുത്തു. അതിലോട്ട് ജീരകം, വെളുത്തുള്ളി, പിന്നെ പച്ചമുളകാണ്. കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി യൂസ് ചെയ്താൽ മതി. എന്നിട്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തൊന്ന് കറക്കിയെടുക്കാം. ജസ്റ്റ് ചതച്ചെടുത്താൽ മതി.
അപ്പം നമ്മുടെ ചക്കയ്ക്കുള്ള അരപ്പും കൂടി റെഡി ആക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് ചക്ക വെന്ത് വരുമ്പം കുഴച്ചെടുക്കാം. ഇന്നിനിയിപ്പോൾ വലിയ കുക്കിംഗ് ഒന്നും ഇല്ല. നമ്മുടെ ചക്കപ്പുഴുക്കും മീൻ ഇന്നലെ ഉണ്ടാക്കിയത് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്, ചോറ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂട്ടത്തിൽ നമ്മുടെ ക്ലീനിങ്ങും കൂടെ അങ്ങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അടുക്കള പരിപാടി കഴിഞ്ഞ് മുകളിലോട്ട് പോയിട്ട് കുറച്ച് ക്ലീനിങ്ങും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ രാവിലെ ഫോണിന് ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എടുത്ത ചാർജർ അവിടെ നമ്മുടെ ഐലൻഡിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഇതൊരു പഴയ ഐസ്ക്രീം ഡപ്പയാണ്. സമ്മർ ടൈമിലാണല്ലോ നമ്മൾ കൂടുതൽ ഐസ്ക്രീമിലോട്ട് പോകുന്നത്. അതിൻ്റെ ഒരു ഡപ്പത ഇങ്ങനെ ചാർജറുകളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചതാണ്. മുകളിൽ വേറെയും ചാർജേഴ്സ് ഉണ്ടാവും. അപ്പോൾ താഴെ ഇങ്ങനെ കിടക്കുന്നതൊക്കെ ഞാൻ ഇവിടെയോട്ട് അതിനൊരു ഹോം അത്രയേ ഉള്ളൂ. കാണാൻ ഒരു ലുക്ക് ഇല്ലെങ്കിലും അത് ഒതുങ്ങിയിരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മുടെ ഈ ഒരു മൈക്രോവേവിൻ്റെ മുകളിലുള്ള ഷെൽഫാണ്. ഇവിടെയാണ് കുറച്ച് മെഡിസിൻസും വൈറ്റമിൻസും ഒക്കെ വെച്ചിട്ടുള്ളത്. പിള്ളേരുടെ നമ്മുടെയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതൊരു കേക്കിൻ്റെ ഒരു ഡപ്പയാണ്. അതിനകത്താണ് കുറച്ച് ക്രീമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അടുക്കളയിൽ നമ്മുടെ കുക്കിങ്ങും പാത്രം കഴുകലും ഒക്കെ കഴിയുമ്പോൾ കൈ നന്നായിട്ട് ഡ്രൈ ആവുമല്ലോ. അതിന് വേണ്ടിയിട്ട് 1-2 ഹാൻഡ് ക്രീം അതുപോലെ പെർഫ്യൂം ഇട്ട് വെച്ചിട്ടുണ്ട്. മേളിൽ നിന്ന് മിക്കവാറും ഒരുങ്ങി താഴെ വന്ന് കഴിയുമ്പോഴായിരിക്കും ഒരു പെർഫ്യൂം അടിക്കണം എന്ന് തോന്നിയാൽ അടിക്കാൻ ഒരു പെർഫ്യൂം വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് അത്യാവശ്യം നമ്മുടെ അടുക്കളയിൽ വേണം എന്ന് തോന്നിയിട്ടുള്ളൊരു സാധനമാണ് ബാൻഡേഡ്. അപ്പോൾ അതും ഇതുപോലെ ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈസി ആക്സസ്. പിന്നെ ഇതുപോലെ തന്നെ പെർഫ്യൂമിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ് മാസ്ക്. പോകാൻ താഴെ ഇറങ്ങി വരുമ്പോഴായിരിക്കും. അപ്പോൾ മാസ്ക് ഇവിടെ ഒരു പാത്രത്തിലാക്കി അതും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ അടുക്കളയിൽ എടുക്കാൻ പാകത്തിനുള്ള പരുവത്തിലാണ്. അപ്പോൾ ഈ ഒരു സമയത്തേക്ക് നമ്മുടെ ചക്കയും വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വെന്ത് അതിൻ്റെ വിസിൽ വന്നു കഴിയുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ ആവി കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ കളഞ്ഞെടുക്കണം. എന്നിട്ട് നമ്മൾ തുറന്നു നോക്കുമ്പോൾ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. നമുക്ക് കപ്പ പോലെ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല സോഫ്റ്റ് അല്ലേ. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മുടെ അരപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഈ സമയത്ത് ഉപ്പൊക്കെ പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ പച്ചമുളക് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെ എരിവ് അനുസരിച്ചിട്ട് പച്ചമുളകോ കാന്താരി ഉണ്ടെങ്കിൽ ഒന്നും കൂടി പൊളിക്കും. അതാണ് ഒന്നും കൂടി ടേസ്റ്റ്. കാന്താരി ആണെങ്കിലും ചക്കയാണെങ്കിലും ഒക്കെ മിക്കവാറും എപ്പോഴും തന്നെ ഫ്രോസൺ ആയിട്ട് പാക്കറ്റ്സിൽ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടാത്തൊരു സമയമാണെങ്കിൽ പോലും നമുക്ക് ഇതുപോലെ ഫ്രോസൺ ആയിട്ട് വാങ്ങിക്കുമ്പോൾ നമ്മുടെ ഒരു ആഗ്രഹത്തിന് എപ്പോഴും നമുക്ക് ആവശ്യത്തിന് വാങ്ങിച്ച് കഴിക്കാനായിട്ട് പറ്റുമല്ലോ. നാട്ടിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുമ്പോൾ നമ്മുടെ ഇഷ്ടപ്പെട്ട ആളുകളെയും നമ്മുടെ വീടും നാടും ഒക്കെ മിസ് ചെയ്യുന്നത് പോലെ മിസ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ നാട്ടിലെ ഫുഡ്. ഇപ്പം ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും തന്നെ ഇങ്ങനെ ഫ്രോസൺ ആയിട്ട് കിട്ടുമ്പം നമ്മൾ ഫ്രഷ് ആയിട്ട് കഴിക്കുന്ന ഒരു ടേസ്റ്റ് അല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്കത് വാങ്ങിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു അവസരമുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇവിടെ വാണിയുടെ ചെറുപ്പത്തിൽ അമ്മ കുറേ നാൾ നിന്നതുകൊണ്ട് ഈ ചക്കയായാലും കപ്പയായാലും ഒക്കെ ഇതുപോലെ വാങ്ങിച്ച് നമ്മൾ പുഴുക്കും ഒക്കെ ഉണ്ടാക്കിയതുകൊണ്ട് വാണിക്ക് ആ കുഞ്ഞുനാളത്തെ ടേസ്റ്റാണ്. ചക്കയും കപ്പയും മീൻകറിയും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. നാടൻ ഫുഡ് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാലും ഈ ചക്കയും കപ്പയൊന്നും നമ്മൾ എപ്പോഴും ഉണ്ടാക്കില്ലല്ലോ. പക്ഷെ നമ്മുടെ അമ്മമാരെന്നൊക്കെ പറഞ്ഞാൽ അമ്മയ്ക്ക് ചക്കയൊക്കെ ഭയങ്കര വീക്ക്നെസ് ആണ്. അപ്പം അമ്മയുടെ കൂടെ നിന്ന് വാണിക്കും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങോട്ട് ഡിമാൻഡ് ചെയ്ത് ചോദിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മുടെ ഓൾമോസ്റ്റ് ബാക്കി പാത്രങ്ങളൊക്കെ കഴുകി. പിന്നെ ചക്ക വെച്ച പാത്രത്തിനകത്ത് ഒരു സ്റ്റിക്കിനെസ് ഉണ്ടല്ലോ, ആ ഒരു ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചു വെച്ചു. ഇനി ഉച്ചക്കത്തെ ഊണൊക്കെ കഴിഞ്ഞിട്ട് മാറ്റാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം നമ്മുടെ സിങ്കിനകത്ത് ഇങ്ങനെ ഒരു കിച്ചൺ സിങ്ക് സ്ട്രെയിനർ എന്ന് സെർച്ച് ചെയ്താൽ മതി. ഓൺലൈനോ കടകളിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ബാക്ക് ഭാഗം അത്യാവശ്യം കട്ടിയുള്ളത് നോക്കി വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ സിങ്കിന് പെർഫെക്റ്റ് സൈസ് തന്നെ വാങ്ങിക്കണം. സിങ്കിനകത്ത് പൊങ്ങിയിരുന്നാലോ അല്ല അതിനകത്ത് കിടക്കുന്ന പോലെയൊക്കെ ആണെങ്കിൽ വേസ്റ്റ് പിന്നെയും പോവും അതിനകത്തോട്ട്. അപ്പം നമ്മളിത് കറക്റ്റ് സൈസ് ആണെന്നുണ്ടെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. അതുപോലെ നല്ല സ്റ്റേഡി ആയിട്ടുള്ള സാധനം നോക്കി വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഞാനിത് ഓൺലൈൻ വാങ്ങിച്ചതാണ്. ഇത് നമ്മുടെ കറക്റ്റ് സൈസ് നോക്കി വാങ്ങിച്ചാൽ നല്ല യൂസ്ഫുൾ ആണ്. ചെറിയ ഒരു അഴുക്ക് പോലും അതിനകത്ത് പോകത്തില്ല. കണ്ടോ, നമ്മുടെ ആ ഗ്യാപ്പിൽ കറക്റ്റ് ഫിറ്റാണ്. അങ്ങനെ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇനി കുറച്ച് ക്ലീനിങ് പരിപാടികളാണ്. അപ്പം ഞാൻ ഒരുപാട് ഏരിയ ഒന്നും ക്ലീൻ ചെയ്യുന്നില്ല, കുറച്ചൊരു ഏരിയ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നമ്മുടെ തുണി ഇട്ടത് കഴുകി കിടക്കുന്നത് ഒന്നെടുത്ത് ഡ്രയറിലോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വൈകുന്നേരത്തേക്ക് ഉണങ്ങി കിടക്കുമല്ലോ. അപ്പോൾ ഈ ഡ്രയറിൽ നമ്മൾ തുണി ഇട്ടിട്ട് പലപ്പോഴും ഈ ബാസ്ക്കറ്റിൽ കുത്തി നിറച്ച് അവിടെ എവിടെയും കൊണ്ട് വെക്കുമ്പോഴാണ് ഈ തുണി ചുളുങ്ങിയിരിക്കുന്നത്. നമുക്ക് ഡ്രയറിൽ നിന്നേ എടുത്ത് മടക്കാൻ പറ്റുന്നൊരു അവസരം ഉണ്ടെങ്കിൽ അധികം തുണി ചുളിവില്ലാതെ കിട്ടും. അതുപോലെ ചുളുങ്ങിയ തുണിയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഡ്രയറിലൊന്നിട്ട് ചെറിയൊരു സൈക്കിൾ ഒന്ന് റൺ ചെയ്താൽ അതിനകത്ത് അത്യാവശ്യം റിങ്കിൾസൊക്കെ ഒന്ന് മാറി കിട്ടാനും അത് ഹെൽപ്പ് ചെയ്യും. അപ്പം നമുക്കിതാ ഇന്നലെ മടക്കി വെച്ച, ഇന്നലെയോ മിനിഞ്ഞാന്നോ മറ്റോ മടക്കി വെച്ച തുണികൾ സഹിതം അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. പിന്നെ ഇന്നലെ വൈകുന്നേരം വാണി കളിച്ചിട്ട് പോയ സാധനങ്ങളാണ്. വാണിക്ക് കുറേ ഈ ക്രാഫ്റ്റ് പെയിൻറ്റിങ് ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ കുറേ സാധനങ്ങളൊക്കെ അവിടെ നിരന്ന് കിടക്കുന്നുണ്ട്. നമ്മൾ കഴിവതും പിള്ളേരെ കൊണ്ട് ഇതൊക്കെ എടുത്ത് വെപ്പിക്കാൻ ശ്രമിക്കുമെങ്കിലും ഓവറായിട്ട് ഫോഴ്സ് ചെയ്യാൻ പോകാറില്ല. ഇപ്പം നമുക്കാണെങ്കിലും ഇഷ്ടമുള്ളൊരു കാര്യം പോലും ഒരാൾ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കാൻ
ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്കത് ചെയ്യാനൊരു മടിയും ഇഷ്ടക്കേടും ഒക്കെ തോന്നുമല്ലോ. അതുകൊണ്ട് നമ്മളിവരെ റിമൈൻഡ് ചെയ്യാറുണ്ട് കിടക്കുന്നതിന് മുന്നേ എല്ലാം എടുത്ത് വെക്കണം എന്നൊക്കെ പറയുമെങ്കിലും ചില ദിവസങ്ങൾ ഇങ്ങനെയാണ്, ചില ദിവസങ്ങൾ അവരെടുത്ത് വെക്കും. നമ്മളും അങ്ങനെയല്ലേ, നമ്മളും പല കാര്യങ്ങളും ചില ദിവസം നമുക്ക് ചെയ്യാൻ നല്ല മൂഡുണ്ടാവും, ചില ദിവസം ചെയ്യാൻ ഒരു മൂഡും ഉണ്ടാവില്ല. ഇപ്പോൾ ഈ തുണി പോലും 1-2 ദിവസം മുമ്പ് മടക്കി വെച്ചതാണ്, എടുത്തു വെക്കാനൊരു തോന്നലില്ലാത്തത് കൊണ്ട് അവിടെ ഇരുന്നു, ഇപ്പോഴാണ് എടുത്തു വെച്ചത്. അപ്പോൾ ഇനി ബാക്കിയുള്ള ക്ലീനിങ് പരിപാടികളൊക്കെയാണ്. അപ്പോൾ വാണിയുടെ അലുക്കുലത്ത് സാധനങ്ങളെല്ലാം ആദ്യം ഒന്ന് എടുത്ത് വെക്കണം. അപ്പം ഞാൻ ചെറിയ ചെറിയ നമ്മുടെ കുക്കിയുടെ ബോക്സസ്, ഇതിന് വേണ്ടിയിട്ട് തന്നെ വലിയ പ്ലാസ്റ്റിക് ബോക്സസ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചെറിയ ചെറിയ ലൊട്ടിലൊടുക്ക് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടും കളർ പെൻസിൽ ഇട്ട് വെക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ബോക്സസ് ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് പെറുക്കി വെക്കുമ്പോഴായാലും പെട്ടെന്നൊന്ന് എടുത്ത് വെക്കാൻ നല്ല സൗകര്യമാണ്. ലെഗോസ് ആണെങ്കിലും 1-2 ബോക്സസ് ഉണ്ട്. അപ്പോൾ അതാണെങ്കിൽ പിന്നെ വാരി എടുത്ത് അതിനകത്തോട്ട് ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷം ഇനിയിപ്പം നമ്മുടെ ഡസ്റ്റിംഗ് ഒക്കെ ചെയ്ത് പതുക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. കുക്കിംഗ് ആയാലും ക്ലീനിങ് ആയാലും ലോണ്ട്രി ആയാലും നമുക്ക് വർക്ക് ആവുന്ന ഒരു സ്കെഡ്യൂൾ നമ്മൾ ഫിക്സ് ചെയ്യാന്നുള്ളതാണ്. എല്ലാ ദിവസവും കുറച്ച് ചെയ്തു പോകുന്നതോ അതല്ലെങ്കിൽ ഒരാഴ്ചയുടെ അവസാനത്തേക്ക് എല്ലാം കൂടി വെച്ചിട്ട് ഒരുമിച്ച് ചെയ്യുന്നതോ ഏതാണോ നമുക്ക് വർക്ക് ആവുന്നത് അത് നമ്മൾ ചൂസ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പം നമുക്ക് മറ്റൊരാളിൻ്റെ ഒരു ലൈഫ് കണ്ടിട്ട് അത് നമ്മൾ അവരുടെ ലൈഫ് എല്ലാ ദിവസവും 24 മണിക്കൂറും കാണുന്നുമില്ല. അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ അതേപോലെ കോപ്പി ചെയ്യാൻ നോക്കിയാൽ പലപ്പോഴും നമുക്കത് വർക്ക് ആവണമെന്നുമില്ല, ചിലപ്പോഴത് നമുക്ക് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ക്ലീനിങ് ആയാലും കുക്കിംഗ് ആയാലും ലോണ്ട്രി ആയാലും ഒക്കെ നമ്മുടെ ലൈഫ് ഈസി ആക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ചെയ്യുന്നത്, അല്ലാതെ നമ്മുടെ ജീവിതത്തിലോട്ട് പുതിയൊരു സ്ട്രെസ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ല. അപ്പം നമുക്കത് ഈസി ആയിട്ട് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് നമ്മുടെ ഒരു സ്കെഡ്യൂൾ അനുസരിച്ച്, നമ്മുടെ ഓരോ വീട്ടിലെ സാഹചര്യം അനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്യാന്നുള്ളതാണ്. ഓരോ വീട്ടിലെ നല്ല ഓരോ ആളുകളുടെ സാഹചര്യങ്ങൾ പോലും ഡിഫറെൻ്റ് ആണ്. അപ്പം നമുക്ക് ഇപ്പം വർക്ക് ആവുന്ന ഒരു കാര്യം ആയിരിക്കില്ല ചിലപ്പോൾ നമുക്ക് 1 മാസം കഴിയുമ്പോൾ വർക്ക് ആവുന്നത്. അപ്പം നമ്മുടെ ഓരോ സമയത്തെ സാഹചര്യത്തിനനുസരിച്ച് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വർക്ക് ആവുന്ന കാര്യങ്ങൾ നമ്മൾ ചൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ക്ലീനിങ്ങിൻ്റെ ഇടയ്ക്കും കഥ പറച്ചിലിൻ്റെ ഇടയ്ക്കും ഒക്കെ നമുക്കൊരു പട്ടിക്കുട്ടീനെ കിട്ടിയിട്ടുണ്ട്. ഈ പട്ടിക്കുട്ടിക്കൊരു കഥയുണ്ട്. ഇത് ഇവിടുത്തെ ഫയർ ഡിപ്പാർട്ട്മെൻറ്റുകാർ കിച്ചുവിന് കൊടുത്തതാണ്. ഇതിൻ്റെ താഴെ ഇവരുടെ ഫയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ലോഗോ ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ പോയി. കിച്ചുവിന് ഒരു 1.5 വയസ്സൊക്കെയുള്ള സമയത്താണെന്ന് തോന്നുന്നു. നമ്മളിവിടെ ബേസ്മെൻറ്റിൽ താമസിക്കുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി പുറത്തോട്ട് പോവാണ്. ഞാനൊരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ കിച്ചു വന്ന് സ്ട്രോളറിലാണ്. അപ്പോൾ ഇവൻ്റെ സ്ട്രോളറിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ടല്ലോ, അത് നമ്മുടെ ബേസ്മെൻറ്റിൽ നിന്ന് മുകളിലോട്ട് കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോവാണ്. അപ്പോൾ ഇവൻ ബാക്കിൽ നിന്ന് ഡോർ അടച്ചു. അപ്പോഴും എൻ്റെ മനസ്സിൽ ഡോറിന് ലോക്ക് ചെയ്തിട്ടില്ലല്ലോ, തിരിച്ചിറങ്ങി വന്നിട്ട് തുറന്നാൽ മതിയെന്നാണ്. പക്ഷേ എങ്ങനെയോ അത് ലോക്കായി പോയി. അപ്പോൾ എനിക്ക് ഒരു തരത്തിലും അത് തുറക്കാൻ പറ്റുന്നില്ല. കുഞ്ഞിനും മനസ്സിലായി അവൻ ലോക്കായി, ഞാൻ പുറത്താണെന്നുള്ളത്. അപ്പോൾ ആള് നല്ലതായിട്ട് കരയുന്നുണ്ട്, പക്ഷെ ഒരു രക്ഷയില്ല, എനിക്ക് തുറക്കാൻ പറ്റുന്നില്ല. ഞാൻ നമ്മുടെ മുകളിലുള്ള വീട്ടുകാരുടെ അടുത്ത് പോയി, അപ്പുറത്തെ വീട്ടിൽ ഒരു പഞ്ചാബീസ് ആയിരുന്നു, അവരുടെ വീട്ടിൽ പോയി അവരുടെ കയ്യിലുള്ള താക്കോലും കത്തിയും എല്ലാമായിട്ട് കൊണ്ടുവന്നിട്ടും നമുക്കത് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവസാനം 911 വിളിച്ച് അവിടുന്ന് ഫയർ ഡിപ്പാർട്ട്മെൻറ്റുകാർ വന്ന് അവർ തുറന്ന്, ആ സമയത്ത് കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, ആ സമയത്ത് അവർ കൊടുത്തൊരു ടോയാണ് ആ ഒരു പട്ടിക്കുട്ടി. 1.5 സീനായിരുന്നു. ഫയറുകാരുടെ കൂട്ടത്തിൽ ആംബുലൻസും വന്നിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട്. അതിൻ്റെ പുറകെ പോലീസും വന്നിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ എന്തെങ്കിലും ക്രിയേറ്റഡ് സിറ്റുവേഷൻ അല്ല, എന്തെങ്കിലും വയലൻസോ കാര്യങ്ങളോ ഒന്നും അല്ല. അവരുടെ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അവരും വന്നു പോയി. അതങ്ങനെ മറക്കാത്തൊരു സിറ്റുവേഷനാണ്. അതാണ് ആ പട്ടിക്കുട്ടിയുടെ കഥ. അപ്പോൾ നമ്മുടെ കുക്കിങ്ങിന്റെയും ക്ലീനിങ്ങിന്റെ ഒക്കെ കാര്യം പറയുമ്പോൾ നമ്മൾ റെഗുലർ ആയിട്ട് ഒരു ക്ലീനിങ് ചെയ്തു പോവുകയാണെങ്കിൽ ഒരുപാട് അങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്യേണ്ട ഒരു ആവശ്യം വരാറില്ല. നമ്മുടെ വീട് മുഴുവനും കൂടി അങ്ങനെ വൃത്തികേടായിട്ട് കിടക്കത്തുമില്ല. അതിൻ്റെ അർത്ഥം നമ്മുടെ വീട് എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് ഡസ്റ്റ് ഫ്രീ ആയിട്ട് കുട്ടപ്പനായിട്ട് കിടക്കുന്നു എന്നല്ല. എല്ലാവരുടെയും വീട്ടിലും ഉണ്ടാവും പൊടി പിടിച്ചതും അഴുക്ക് പിടിച്ചതുമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. പൊടി പിടിച്ച സ്ഥലങ്ങൾ നമ്മൾ ഈ വെറ്റ് വൈപ്സ് വെച്ചിട്ടും അതുപോലെ നനഞ്ഞ തുണി വെച്ചും ഒക്കെ തുടയ്ക്കുന്നതിന് മുമ്പ് ഒന്ന് ഡസ്റ്റ് ചെയ്തിട്ട് തുടയ്ക്കുന്നതാണ് എനിക്ക് കുറച്ചുകൂടെ വർക്ക് ആവുന്നതായിട്ട് തോന്നിയിട്ടുള്ളത്. നമ്മൾ വെറ്റ് വൈപ്സ് വെച്ച് തുടയ്ക്കുമ്പോൾ ക്ലീൻ ആകും എന്നുണ്ടെങ്കിലും ഈ പൊടിയുള്ള സ്ഥലങ്ങളാണെങ്കിൽ തുടച്ച് കഴിഞ്ഞ് ഉണങ്ങി വരുമ്പോൾ ചിലപ്പോൾ ആ പൊടിയുടെ പാടുണ്ടാവും. പക്ഷെ നമ്മളൊന്ന് ഡസ്റ്റ് ചെയ്തിട്ട് തുടയ്ക്കുകയാണെങ്കിൽ അഴുക്കെല്ലാം നല്ല ക്ലീൻ ആയിട്ട് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എൻ്റെ ഒരു വിഹാര കേന്ദ്രം എന്ന് പറയുന്നത് നമ്മുടെ കിച്ചൺ ലിവിംഗ് റൂം ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അത് മിനിമം ഒരു വൃത്തിയിൽ പോകാനായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എന്ന് വെച്ചാൽ തലകുത്തി കിടക്കുന്ന സമയങ്ങളും ഉണ്ട്. എന്നാലും ഈ മേളിലോട്ടുള്ള ഭാഗങ്ങളുണ്ടല്ലോ, അപ്പോൾ അവിടോട്ട് അത്രയും അങ്ങോട്ട് വരവ് കുറവായതുകൊണ്ട് തന്നെ അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ളൊരു ക്ലീനിങ് ഒന്നുമില്ല. അപ്പോൾ ക്ലീൻ ചെയ്യുന്ന സമയത്തെല്ലാം ഇതുപോലെ ഡസ്റ്റ് ചെയ്യലൊന്നുമില്ല. ചുമ്മാ അടിച്ചു വാരി പോയാൽ തന്നെ അത്യാവശ്യം നമ്മുടെ വീടൊന്ന് ക്ലീൻ ആയി കിടക്കുമല്ലോ. പിന്നെ എല്ലായിടവും ഇങ്ങനെ പോയിട്ട് പൊടി അടിക്കേണ്ട ആവശ്യമൊന്നും എപ്പോഴും വരാറില്ല. ഇന്നിപ്പോൾ എനിക്കൊരു ഓഫ് ഡേ ആണ്, സമയമുണ്ട്, അധികം കുക്കിംഗ് ഇല്ല, അതുകൊണ്ടാണ് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്യുന്നത്. കുക്കിങ്ങിൻ്റെ ആണെങ്കിലും നമുക്കൊരു കുറച്ച് കൂടുതൽ ക്ലീൻ ചെയ്യണം എന്നുള്ളൊരു ദിവസം നമ്മൾ തലേന്ന് തന്നെ ഒന്ന് കുക്ക് ചെയ്തൊക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കംപ്ലീറ്റ് ഒരു ഡേ അതിനൊന്നും ഇടയ്ക്ക് പോവാതെ
ക്ലീനിങ്ങിനായിട്ട് നമുക്ക് മാറ്റി വെക്കാനായിട്ട് പറ്റും. പിന്നെ ഒരു കാര്യമാണ് നമുക്ക് ക്ലീനിങ് സപ്ലൈസ് നമ്മുടെ ആക്സസിബിൾ ആയിട്ട് വെക്കുക എന്നുള്ളത്. ഇതൊന്നും എന്നും വാങ്ങിക്കേണ്ട സാധനങ്ങളല്ല. നമ്മുടെ ക്ലീനിങ് സൊല്യൂഷൻ ആയാലും അതുപോലെ തന്നെ ചൂലായാലും തുടയ്ക്കാനുള്ള എന്തെങ്കിലും ഒരു മോപ്പായാലും ഒക്കെ നമ്മൾ ആക്സസിബിൾ ആയിട്ട് വെക്കുക എന്നുള്ളത്. പലപ്പോഴും നമുക്ക് വേറൊരിടത്ത് പോയി എടുത്തുകൊണ്ട് വരണം എന്നുള്ളത് ഒരു മടി പിടിക്കാൻ ചാൻസ് ഉള്ളൊരു കാര്യമാണ്. ഓൾറെഡി മടിയാണ്, അതിൻ്റെ കൂടെ ഇനി ഇത് എടുത്തുകൊണ്ട് വരണമല്ലോ എന്ന് ചിന്തിക്കുന്നത് മറ്റൊരു മടിയാണ്. വാഷ്റൂമുകളിലാണെങ്കിലും നമ്മുടെ ക്ലീനിങ് സൊല്യൂഷൻസ് ഒക്കെ കുഞ്ഞു കുഞ്ഞു കുപ്പികളിലാക്കി ഓരോ വാഷ്റൂമിലും നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിൽ അതിനുള്ള ബ്രഷ് ആയാലും ഒക്കെ ഒന്ന് വെക്കുക. ഇതൊന്നും നമുക്ക് ഒരു പ്രാവശ്യം വാങ്ങിച്ചാൽ ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എപ്പോഴും ക്ലീൻ ചെയ്യേണ്ട സ്ഥലത്തിന് ആക്സസിബിൾ ആയിട്ട് ചൂലായാലും കോരിയായാലും ഒക്കെ ഒന്ന് വെക്കുക. അതുപോലെ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു കോഡ്ലെസ് വാക്യൂം ക്ലീനർ. നമുക്ക് ചെറിയ ചെറിയ ഏരിയാസ് ഒക്കെ പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നല്ല ഹെൽപ്ഫുൾ ആണ്. ഇത് ഞാൻ നമ്മുടെ ഒരു ക്രിസ്മസ് ടൈം സെയിലൊക്കെ വന്ന സമയത്ത് വാങ്ങിച്ചതാണ്. അപ്പം നമ്മൾ ഈ എല്ലാ സാധനവും കൂടി ഒരുമിച്ച് വാങ്ങിക്കണം എന്നല്ല, പലപ്പോഴും നമുക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്ന ഒരു സമയത്ത് ഇപ്പോൾ ഇതുപോലെ സെയിലൊക്കെ കാണുമ്പോൾ നമുക്ക് വാങ്ങിച്ചു വെക്കാവുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ വാങ്ങിച്ചു വെക്കുക എന്നുള്ളതാണ്. ഇതിൽ ഒരുപാട് ചാർജ് ഒന്നും നിൽക്കില്ല. നമുക്ക് എല്ലാ വീട് മൊത്തം വാക്യൂം ചെയ്തെടുക്കാൻ പറ്റില്ല. ഇതുപോലെ പക്ഷേ ചെറിയ കാർപ്പറ്റഡ് ഏരിയാസ്, അതുപോലെ നമ്മുടെ വാഷ്റൂം ഉണ്ടല്ലോ, അവിടെ നമ്മുടെ തലമുടി ചീകി ആ തലമുടിയൊക്കെ വീണ് കിടക്കുന്നതൊക്കെ നല്ല കൺവീനിയൻ്റ് ആയിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് എനിക്കിത് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാലോ, ഞാൻ കംപ്ലീറ്റ്ലി നൈറ്റ് ഷിഫ്റ്റ് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ വരുമ്പോഴത്തേക്ക് നല്ല ടയേർഡായിരിക്കും, ഒന്ന് ഉറങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഈ ക്ലീനിങ്ങിനെക്കാട്ടിൽ ഒക്കെ എൻ്റെ പ്രയോറിറ്റി ഉറക്കം തന്നെയാണ്. അപ്പോൾ എല്ലാ ദിവസവും തൂക്കൽ, മോപ്പിങ് ഒന്നും എൻ്റെ കാര്യത്തിൽ നടക്കാത്തൊരു കാര്യമാണ്. നമ്മളിപ്പോൾ കുക്ക് ചെയ്ത് കഴിഞ്ഞു ആ ഒരു ഏരിയ തൂത്തുവാരി ഇടണം എന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യും. പക്ഷെ തുടയ്ക്കുക എന്ന് പറയുന്ന ഒരു കാര്യം എനിക്ക് എല്ലാ ദിവസവും ഓടി നടന്ന് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ അത് വീക്ക്ലി വൺസ് ഒക്കെ ആയിരിക്കും. നമ്മുടെ താഴെയാണെങ്കിൽ പോലും സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഏരിയ, ഹൈ ട്രാഫിക് ഏരിയ പോലും ഞാൻ തുടയ്ക്കുന്നത് വൺസ് ഇൻ എ വീക്കൊക്കെ ആയിരിക്കും. എൻ്റെ കയ്യിൽ ഒരു സാധാരണ മോപ്പും ഉണ്ട്, പിന്നെ ഈ ഒരു സ്പ്രേ മോപ്പും ഉണ്ട്. ഈ സ്പ്രേ മോപ്പ് നല്ല കൺവീനിയൻ്റ് ആണ്. അപ്പോൾ ഇത് ഞാൻ വോൾമാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ വെള്ളവും ലോഷനും കൂടി ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ജസ്റ്റ് സ്പ്രേ ചെയ്തങ്ങ് മോപ്പ് ചെയ്തെടുത്താൽ മതിയല്ലോ. ഇനി അതിനകത്ത് ആ ഒരു തുണിയാണെങ്കിലും നമുക്ക് വാഷബിളും ആണ്, അതുപോലെ റീപ്ലേസബിളും ആണ്. നമുക്ക് തുണിയായിട്ട് വാങ്ങിക്കാൻ കിട്ടും നമുക്ക് ആ ഒരു മോപ്പ് ചെയ്യുന്ന ഭാഗം. അപ്പം നമുക്ക് ആ തുണി നമുക്ക് റീപ്ലേസ് ചെയ്ത് വേറെ ഇടാനും പറ്റും. അപ്പം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. ഒരു ഏരിയ എത്ര പെട്ടെന്ന് അഴുക്കാകുന്നു എന്നനുസരിച്ചിട്ടാണ് എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് അവിടെ നമ്മൾ ക്ലീൻ ചെയ്യേണ്ടി വരുന്നു എന്നും കൂടി നമ്മൾ നോക്കാനായിട്ട് അല്ലേ. അപ്പോൾ എൻ്റെ കിച്ചൺ ഇപ്പോൾ ക്ലീൻ ചെയ്യുന്ന ഫ്രീക്വൻസിയിൽ ഞാൻ ഈ മുകളിലത്തെ ലിവിംഗ് റൂം ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരാറില്ല. ഒന്ന് നമ്മൾ ഇവിടെ വന്ന് അങ്ങനെ ഫുഡ് കഴിക്കാറില്ല. പിള്ളേർ ഇടയ്ക്ക് വല്ല കുക്കീസോ കാര്യങ്ങളോ വന്ന് കഴിക്കുന്നതേ ഉള്ളൂ. പിന്നെ മെയിനായിട്ട് വരുന്ന അഴുക്ക് വാണിയെടുക്കുന്ന കളേഴ്സും കട്ട് ചെയ്തിടുന്ന പേപ്പറും ഒക്കെയാണ്. അപ്പോൾ എനിക്കൊരു ഓഫൊക്കെ കിട്ടുന്ന ദിവസം എൻ്റെ ഒരു സൗകര്യം അനുസരിച്ചിട്ട് വന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം, നമുക്ക് വേണ്ട ഹെൽപ്പ് നമ്മൾ മറ്റുള്ളവരോട് ചോദിക്കുക എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിലുള്ള എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റിയാണ് ക്ലീനിങ് ആയാലും കുക്കിംഗ് ആയാലും എല്ലാം തന്നെ. അപ്പം നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അവരെ കൊണ്ടും കൂടി ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. കണ്ടറിഞ്ഞ് ചെയ്യുമല്ലോ എന്ന് നമ്മൾ വിചാരിക്കുന്നത് ഒരു തെറ്റായ ധാരണയാണ്. കാരണം പലർക്കും പല കാര്യങ്ങളാണ് പ്രയോറിറ്റി. ചിലരൊന്നും ഒരു അഴുക്കായി കിടക്കുന്ന സ്ഥലം നോട്ടീസ് ചെയ്യണം എന്നുപോലും ഇല്ല അല്ലേ. അപ്പം നമുക്ക് ഏറ്റവും കാമായിട്ടും ഹാപ്പി ആയിട്ട് ഇരിക്കാനുമാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പോൾ ക്ലീനിങ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ എപ്പോഴും ഒരു സന്തോഷം തോന്നാറില്ലേ. അതുകൊണ്ട് വയ്യായെങ്കിലും നമ്മൾ കിടന്ന് പണിയെടുക്കണം എന്നല്ല. അപ്പം നമുക്ക് ഓൾവേസ് ലിസൺ ടു അവർ ബോഡി. ചില ദിവസങ്ങൾ നമുക്ക് കുക്ക് ചെയ്യാൻ പോലും തോന്നാത്ത ദിവസങ്ങളുണ്ട്. അപ്പോൾ ഓൾവേസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നമ്മുടെ വീട്ടിലുള്ള ആളുകളോട് തുറന്ന് ഓപ്പണായിട്ട് സംസാരിക്കുക. നമുക്കൊന്ന് വയ്യായെങ്കിൽ അത് പറയാനുള്ളൊരു മനസ്സ് നമ്മളാണ് കാണിക്കുന്നത്. എനിക്ക് വയ്യാന്ന് ആരും നോട്ടീസ് ചെയ്തില്ല, ഇവരെന്താ ശ്രദ്ധിക്കാത്തത് എന്നൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. അത് അവർക്ക് നമ്മളോട് സ്നേഹമില്ലാത്തതുകൊണ്ടോ നമ്മളെ കെയർ ചെയ്യാത്തതുകൊണ്ടോ ഒന്നും ആയിരിക്കണം എന്നില്ല. പലരുടെയും മനസ്സിൽ പല കാര്യങ്ങളല്ലേ കടന്നു പോകുന്നത്. നമുക്കൊന്ന് വയ്യാന്ന് പറഞ്ഞാൽ അവർ ഓടിയെത്താനും നമ്മുടെ ഒരു സ്നേഹത്തിനും സന്തോഷത്തിനും വേണ്ടി എന്തും ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും. പക്ഷെ നമ്മളത് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, വേണ്ടപ്പോൾ ഹെൽപ്പ് ചോദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ കഴിഞ്ഞ് കുളിച്ച് വന്നിട്ടാണ് അരി ഉഴുന്നു വിടുന്നത്. രാവിലെ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ 2 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് ഉഴുന്നാണ് എടുക്കുന്നത്. 2 ഗ്ലാസ് അരി എടുക്കുമ്പം 1.5 ഗ്ലാസ് പച്ചരി, 1/2 ഗ്ലാസ് ബസ്മതി റൈസും കൂടി എടുത്തിട്ട് പിന്നെ അതേ ഗ്ലാസ്സിന് തന്നെ 1 ഗ്ലാസ് ഉഴുന്നും കൂടി എടുത്തിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് 1/2 ഗ്ലാസ് പച്ചരിയും കൂടി ചേർത്ത് അരച്ചിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ ഇഡലി കിട്ടും. നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ട് വരികയും ചെയ്യും. ഞാൻ നമ്മുടെ കുക്കിംഗ് റേഞ്ചിൻ്റെ താഴെയുള്ള ഭാഗത്ത് ലൈറ്റ് ഇട്ട് വെക്കുക ചെയ്യുന്നത്. ഇത്തിരി വാമായിട്ടുള്ള സ്ഥലത്തോട്ട് നമ്മൾ വെച്ചാൽ മതി. അപ്പോൾ ഉഴുന്നിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇടുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് കഴുകി കുതിരാൻ വെച്ചിട്ടുണ്ട്.
അപ്പം അതിൻ്റെ കൂടെ കുറച്ച് കടലയും കൂടി കഴുകി വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ വൈകിട്ടങ്ങ് റെഡിയാക്കി വെച്ചാൽ നാളെ രാവിലെ നല്ല എളുപ്പം ഉണ്ടാവുമല്ലോ. കുക്കിംഗ് എളുപ്പം ആക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് സമയം കിട്ടുമ്പോൾ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. കടല, ചെറുപയർ, വൻപയർ പോലെയുള്ള ഡ്രൈഡ് ഐറ്റംസ് ഉണ്ടല്ലോ, നമ്മുടെ പാൻട്രിയിൽ വാങ്ങിച്ചു വെച്ചാൽ പെട്ടെന്ന് അഴുക്കായി പോകത്തുമില്ല, എന്നാൽ ധാരാളം ഗുണങ്ങളുള്ളതുമാണ്. ഇതിപ്പോൾ ഞാൻ ആ പാക്കറ്റ് പൊട്ടിച്ചിട്ടപ്പം 1/4 കപ്പ് കടലയിലുള്ള ന്യൂട്രീഷ്യസ് വാല്യൂസ് ആ പാക്കറ്റിന്റെ ബാക്കിൽ എഴുതിയേക്കുന്നത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തതാണ്. അപ്പം നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് വിലയുമില്ല, എന്നാൽ ഗുണങ്ങൾ ധാരാളം ഉണ്ട് താനും. പച്ചക്കറി കാര്യങ്ങൾക്കൊക്കെ നമ്മൾ വാങ്ങിച്ചു വെക്കുമ്പോൾ അതൊരു ലിമിറ്റഡ് ടൈമിൽ നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് അഴുക്കായി പോവും. ഇതിന് കുറച്ചും കൂടി ഷെൽഫ് ലൈഫ് ഉണ്ടല്ലോ. പിന്നെ നമുക്ക് ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും കട്ട് ചെയ്യാതെ പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുമാണ്. അതിൻ്റെ അർത്ഥം പച്ചക്കറിയും മീറ്റും വാങ്ങിക്കരുതെന്നല്ല. നമ്മൾ പച്ചക്കറി മീറ്റും ഒക്കെ വാങ്ങിച്ച് കുക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ ഇതുപോലുള്ള കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്ത് പോയാൽ നമ്മുടെ കുക്കിംഗ് കുറച്ചും കൂടി ഈസി ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പച്ചക്കറി ആണെങ്കിലും നമുക്ക് ഫ്രോസൺ കട്ട് ചെയ്ത വെജിറ്റബിൾസ് കിട്ടും. നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് തന്നെ നമുക്ക് അഴുക്കായി പോവാതെ കട്ട് ചെയ്ത് ഫ്രീസ് ചെയ്ത് വെക്കാം. ഇനി അറ്റ്ലീസ്റ്റ് നമുക്ക് നാളത്തേക്കുള്ള പച്ചക്കറികളെങ്കിലും കട്ട് ചെയ്ത് തലേന്ന് തന്നെ ഫ്രിഡ്ജിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കിംഗ് സമയത്ത് അത് കുറച്ചും കൂടി ഈസി ആയിട്ട് കിട്ടുകയും ചെയ്യുമല്ലോ. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും പലപ്പോഴും ചെറിയൊരു റിമൈൻഡർ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി ഞാൻ എൻ്റെ ഉച്ചക്കത്തെ ഊണൊക്കെ കഴിഞ്ഞിട്ട് വേണം പിള്ളേരെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ തന്നെ ഇടിച്ചെടുത്ത ചമ്മന്തിപ്പൊടിയൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുന്ന. റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം. ഊണൊക്കെ കഴിഞ്ഞ് പിള്ളേരെ വിളിക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് മാറാൻ മോളിൽ പോയപ്പോൾ നമ്മുടെ ജനലിൽ കൂടെ എടുത്തതാണ്. ഇതാണ് പുറത്തെ അവസ്ഥ. നല്ല തണുപ്പാണ്. കുറച്ച് ആഴ്ചകളായിട്ട് നല്ല തണുപ്പാണ്. -27 കാറ്റും കൂടെ ഒക്കെ വരുമ്പോഴത്തേക്ക് ഒരു -35 ഒക്കെ പോകുന്ന അവസ്ഥയാണ്. ഒരാഴ്ചക്കുള്ളിൽ വെതർ ബെറ്റർ ആവും തോന്നുന്നു വെതർ ഫോർകാസ്റ്റ് വെച്ചിട്ട്. പക്ഷെ ഇപ്പം നല്ല തണുപ്പാണ്. ഒരുപാട് മഞ്ഞും കാര്യങ്ങളും ഒന്നും വീഴുന്നതല്ല, പക്ഷെ ആ ഒരു ജാനുവരി ലാസ്റ്റ് തൊട്ട് നല്ലൊരു തണുപ്പ് തുടങ്ങിയതാണ്. വാണീനെയൊക്കെ വൈകുന്നേരം എന്താ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് എന്തായാലും ജാക്കറ്റും ഷൂസും ഒക്കെ ഇട്ട് നിൽക്കുകയാണല്ലോ. അപ്പം നമ്മുടെ പുറത്തൊന്ന് ക്ലീനിങ് കൂടെ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ ഫ്രണ്ടിലുള്ള ഈ ഒരു പാത്ത് വേ നമ്മളാണ് ക്ലീൻ ചെയ്യേണ്ടത്. അതുകൂടാതെ നമ്മുടെ ഗരാജിന്റെ ഫ്രണ്ടും ക്ലീൻ ചെയ്യണമല്ലോ. ഇന്നിപ്പോൾ ഒരുപാട് മഞ്ഞില്ല, ചെറിയൊരു ലെയർ ഓഫ് മഞ്ഞ് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ഇനി അതും കൂടി അങ്ങ് റിമൂവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. എല്ലാവരും തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. എല്ലാവരും നല്ല സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കും. നമുക്ക് പുതിയൊരു വീഡിയോയിൽ ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.